നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 22 തീയതി, അതായത് ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 15 തീയതി, അത്തം നക്ഷത്രവും ശുക്ലപക്ഷ ദശമി തിഥിയും വരുന്ന ദിവസം വ്യാഴാഴ്ച പകൽ സിദ്ധി നാമനിത്യയോഗത്തിൽ ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ ഉദയം 6:07 AM അസ്തമനം 6:40 PM, രാഹുകാലം 1:57 PM മുതൽ 3:31 PM വരെയും, ഗുളികകാലം 9:15 AM മുതൽ 10:49 AM വരെയും, 6:06 AM മുതൽ 7:40 AM വരെ യമകണ്ഠകാലവുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:59 AM മുതൽ 12:21 PM വരെയും, 12:25 PM മുതൽ 12:47 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം കുംഭം രാശിക്കാർക്കാണ്. ഇനി വ്യാഴാഴ്ചയായതുകൊണ്ട് എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, എല്ലാവിധ സൗഭാഗ്യങ്ങളും, ഗുരുക്കന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നു കിട്ടുന്നതിന് സഹായകമാകും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ ദിവസത്തെ ഇന്നത്തെ രാശിഫലം ഒന്ന് നോക്കാം. ഉദയം ഇടവത്തിൽ തന്നെ, സൂര്യനും ഇടവത്തിൽ, ബുധനും ഇടവത്തിൽ, ചന്ദ്രനാവട്ടെ കന്നിരാശിയിൽ, ചൊവ്വയും ഗുളികോദയവും വന്നിരിക്കുന്നത് കർക്കിടകം രാശിയിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രൻ മേടത്തിൽ, മന്ദൻ മീനത്തിൽ, സർപ്പി നിൽക്കുന്നത് കുംഭം രാശിയിൽ, കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിൽ. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശബരിമല പ്രതിഷ്ഠാദിനം കൂടിയായ ഈ ദിവസം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ രാശിഫലത്തിലേക്ക് കടക്കുന്നു. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥവ്യാപ്തിയോടുകൂടിയ ആശയങ്ങളൊക്കെ തനതായ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിനാൽ അഭിലാഷങ്ങൾ സഫലമാകുന്നതാണ്. പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുവാൻ ഇടവരും. മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടതായി വന്നേക്കാം. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായി വരും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ അല്പം ആത്മസാക്ഷാത്കാരം ലഭിക്കും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ കഴിയും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിന് അവസരം വന്നു ചേരും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേർന്നാലോ എന്ന ഒരു ആലോചനയും വന്നേക്കാം. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ അബദ്ധങ്ങൾ പൊതുവെ ഒഴിവാകും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതിനാൽ വ്യവസായം നവീകരിച്ച് പുതിയ ഉൽപാദനവും വിപണനവും സാധ്യമാകും. ഉൽപാദനത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതോടുകൂടി വിപണനവും വിപുലമാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കാം.
കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. വ്യാഴാഴ്ചയായതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ഗുരുക്കന്മാരെയൊക്കെ ഓർക്കുന്നതും അതുപോലെ തന്നെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ ഐക്യത്തിന് ശ്രമിക്കും. എല്ലാവരുടെയും വാക്കുകൾ പരിഗണിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. ഏത് കാര്യങ്ങളെക്കുറിച്ചും തനിക്കുള്ള അറിവ് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ഓരോന്നും ഭംഗിയായി അവതരിപ്പിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. രക്ഷകർത്താക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും. ചികിത്സ ഫലിച്ച് ആരോഗ്യം അല്പം മെച്ചപ്പെടുന്നതിന് സാധ്യത തെളിഞ്ഞു വരുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിന് യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കുവാൻ ഇടവരും. അനൗദ്യോഗികമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനാൽ നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ എന്തെങ്കിലും വാങ്ങുവാൻ ഇടവരും. വാഹനം മാറ്റി വാങ്ങുന്നതിനും യോഗം കാണുന്നു. കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിലേക്ക് താമസവും മാറും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഔദ്യോഗികമായി അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെയൊക്കെ നിയമിക്കും. സേവന സാമർഥ്യത്താലും സൗമ്യ സമീപനത്താലും സർവകാര്യങ്ങളിലും വിജയം നേടും. ഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയപ്രാപ്തിയിലെത്തും. സത്യസന്ധവും നീതിയുക്തമായ സമീപനം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. പൊതുപ്രവർത്തനങ്ങളിലെല്ലാം ശോഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളിലെല്ലാം എല്ലാവരുടെ കാര്യങ്ങളും പരിഗണിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടും. സാമൂഹിക പ്രവർത്തകർക്ക് ഒരുവിധം നല്ല സമയമാണ്. മനോബലം വർദ്ധിക്കും. പുതിയ തീരുമാനങ്ങളെല്ലാം ഗുണം ചെയ്യുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെയും ഗുരുക്കന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പണി മുടങ്ങിക്കിടന്നത് വീണ്ടും തുടങ്ങുവാൻ സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. സന്താനങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ, അതായത് പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. പുതിയ വാഹനം വാങ്ങും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശയാത്രാ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ വർദ്ധിക്കും. വലിയ ബിസിനസ് പദ്ധതികളിൽ പണം മുടക്കുന്നതിനാൽ ആത്മവിശ്വാസം കൂടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരമൊക്കെ ജപിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ചുറ്റുപാടുകൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കും. ഇഷ്ടകാര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുവാൻ ശ്രമിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാൻ കഴിയും. നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തിയെടുക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാനാവും.
വസ്തുക്കച്ചവടങ്ങൾ സാധ്യമാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുവാൻ യോഗം കാണുന്നു. അകന്നു നിന്നവർ അടുപ്പം കാണിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കുന്നതിനും രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധന്വന്തരമൂർത്തിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. മഹാവിഷ്ണു പ്രീതിക്കായി വിഷ്ണു സഹസ്രനാമവും വിഷ്ണു അഷ്ടോത്തരവും ഒക്കെ ജപിക്കുന്നതും പാരായണം ചെയ്യുന്നതും നന്നായിരിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ സംരംഭങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും. രോഗദുരിതങ്ങളിൽ നിന്നും അല്പമോചനം ലഭിക്കും. കലാസാഹിത്യ രംഗത്ത് അംഗീകാരം ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് അനുഭവ ഗുണം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കും. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും. വീട്ടിൽ ഒരു കുടുംബയോഗമൊക്കെ വിളിച്ചു കൂട്ടുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും. അല്ലെങ്കിൽ സത്യനാരായണ പൂജയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. ഭജനയോ സത്യനാരായണ പൂജയൊക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. വ്യക്തിപരമായി പലതും നേടുവാനാവും. ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള എല്ലാവിധ പുതിയ കർമ്മ പദ്ധതികളും പങ്കാളിയാവും. പൊതുവെ ഒരു അനുകൂലമായ ദിവസമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും എല്ലാ ഗുണഫലങ്ങളും വർദ്ധിക്കുന്നതിനും അനുഭവിക്കുന്നതിനും സഹായകമാകുന്നു. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭിക്കും. മാനസിക സംഘർഷങ്ങൾ കുറയും. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാൻ കഴിയും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. ഭാവി കാര്യങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ പുലർത്തും. വീട് പുതുക്കി പണിയും. മാറ്റിവെച്ച യാത്രകളൊക്കെ ഒന്ന് നടത്തിയാലോ എന്ന് ആലോചിക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും വർദ്ധിക്കും. തൊഴിൽപരമായ പരീക്ഷണങ്ങൾ വിജയിക്കും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും രാജഗോപാല മന്ത്രമൊക്കെ ജപിക്കുന്നത്, വിദ്യാഗോപാല മന്ത്ര അർച്ചനയൊക്കെ ചെയ്യുന്നത് സന്താനങ്ങളുടെ എല്ലാവിധ പഠന കാര്യങ്ങൾക്കും കൂടുതൽ ശ്രേയസ് വർദ്ധിക്കുന്നതിനും സഹായകമാവും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ശമ്പള വർധന ഉണ്ടാവും. ഇഷ്ട വസ്തുക്കൾ വാങ്ങുന്നതിന് സാധിക്കും. വിനോദ യാത്രകൾ നടത്തും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം അനുഭവത്തിൽ വന്നു ചേരും. സമാധാനം നിലനിർത്താനും തൊഴിൽ രംഗത്ത് നവീനാശയങ്ങൾ നടപ്പിലാക്കി പ്രശംസ നേടുന്നതിനും അവസരം വന്നു ചേരുന്നതാണ്. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയുന്നതാണ്. പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായം ലഭിക്കും. പൊതുവെ അനുകൂലമായ ഈ ദിവസം എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നത്, രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംരംഭങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒത്തുവരും. വീട് പണി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. സർക്കാർ സഹായം ലഭിക്കും. എതിർപ്പുകളെ അതിജീവിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. വലിയ ബിസിനസ് പദ്ധതികളിൽ പണം മുടക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകും.
വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നു ചേരുകയും സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം ആശങ്ക വർദ്ധിക്കുകയും ചെയ്യും. ഉദ്യോഗം അന്വേഷിച്ചുള്ള യാത്ര സഫലമാകുന്നതാണ്. ഉദ്യോഗത്തോടനുബന്ധിച്ച് താമസമാറ്റവും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. സത്യസന്ധവും നീതിയുക്തമായ സമീപനം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത്, ഭാഗ്യസൂക്ത അർച്ചന കഴിക്കുന്നത്, ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആസൂത്രിത പദ്ധതികളാണെങ്കിലും അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ഓരോ പദ്ധതികളും വിജയിക്കുന്നതിന്. ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും കണ്ടകശനി കാലമായതുകൊണ്ട് കുടുംബ സമാധാനം നിലനിർത്തുവാൻ നന്നേ പാടുപെടേണ്ടതായി വരും. കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ നന്നേ പാടുപെടേണ്ടതായി വരും. ശുഭചിന്തകൾ വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. നിലവിലുള്ള ഉദ്യോഗവും പ്രവൃത്തിമണ്ഡലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് കടക്കുവാനായി ശ്രമിക്കും. ആ യാത്ര അത്ര എളുപ്പമല്ല. കുറച്ച് കഷ്ടതകളെ അതിജീവിക്കേണ്ടതായി വന്നേക്കും. അപ്പോൾ ആലോചനകൾ ഒന്നുകൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും. പുനഃപരിശോധനയിലൂടെ തീരുമാനങ്ങൾ മാറ്റാവുന്നതുമാണ്. അനുചിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും. ദീർഘകാലത്തെ പ്രയത്നത്തിന് ശേഷം കർമ്മപദ്ധതി ഒന്ന് പരിഷ്കരിക്കുന്നതിന് ഒരു അവസരം വന്നു ചേരും. പരിമിതികൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണപ്രദമാകും. സ്വന്തം നിലപാടിൽ നിന്നും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലുപരി അംഗീകാരവും ആനുകൂല്യങ്ങളും വന്നു ചേരും. എല്ലാ ഗുണഫലങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ കാര്യങ്ങളിൽ അനുകൂല നടപടികളൊക്കെ ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കും. ഇഷ്ടകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഉത്കണ്ഠയും ഭീതിയും വർദ്ധിച്ചു വരുന്ന സമയമാണ്. ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനായി സമയം കൂടുതൽ ആവശ്യമായി വരും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അല്പം കാലതാമസം നേരിടും. എന്നിരുന്നാൽ പോലും മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അല്പം ഈശ്വര ചിന്ത വേണമെന്ന് മാത്രം. പഠന പുരോഗതി ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വന്നു ചേരും. വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് കർമ്മപദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതായി വരും. ഭാഗ്യപരീക്ഷണങ്ങൾ അവസാനം വിജയത്തിൽ തന്നെ എത്തും. പിണങ്ങി നിന്നവർ ഇണക്കത്തിലാവും. പഠിച്ചതിനോടനുബന്ധമായ തൊഴിൽ ലഭിക്കും. വസ്തുക്കച്ചവടങ്ങൾ സാധ്യമാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുവാനുള്ള അവസരം വന്നു ചേരും. അകന്നു നിന്നവർ അടുപ്പം കാണിക്കും. ഈ സന്തോഷങ്ങളെല്ലാം നിലനിർത്തുവാൻ രാശിനാഥരായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്ത്രവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ
വിഷ്ണു ഭഗവാനെ കൂടി സ്മരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ശമ്പള വർധന ഉണ്ടാവും. ഇഷ്ടവസ്തുക്കൾ വാങ്ങും. വിനോദയാത്രകൾ പ്ലാൻ ചെയ്യുമെങ്കിലും അത് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായം ലഭിക്കുമെങ്കിലും അത് പിന്നീട് ബാധ്യതയായി തീരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപരീക്ഷകളിൽ വിജയസാധ്യത ഉറപ്പാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. മനോബലം വർദ്ധിക്കും. പുതിയ തീരുമാനങ്ങൾ ഗുണം ചെയ്യും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. വീട് പണി തുടങ്ങുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. സന്താനങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ, അതായത് പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ മനസ്സമാധാനം വീണ്ടെടുക്കുവാൻ സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിന് രാശിനാഥരായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരെ, അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ആസൂത്രിത പദ്ധതികളാണെങ്കിലും ഏത് പ്രവർത്തനത്തിലും കഠിന പരിശ്രമം ആവശ്യമായി വരും. ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ലെങ്കിലും അന്യർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഭാഗിക ചിന്ത ഉപേക്ഷിച്ച് സമന്വയ സമീപനം സ്വീകരിക്കുന്നത് അനിഷ്ടഫലങ്ങളെ അതിജീവിക്കുവാൻ ഉപകരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് ഉപരിപഠനത്തിന് ചേരേണ്ടതായി വരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവബലം അല്പം കുറയും. അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരം വീണ്ടും ഒന്ന് തെളിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തും. പൊതുവെ പറഞ്ഞാൽ മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യുന്നതിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുവാൻ സാധിക്കും. കുറ്റങ്ങളും കുറവുകളും എല്ലാം പരിഹരിച്ച് ജീവിതം നയിക്കുവാൻ ശ്രമിക്കും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഈ ദിവസം രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധന്വന്തരമൂർത്തിയൊക്കെ പ്രാർത്ഥിച്ച് ഗണപതിക്ക് ഏത്തമൊക്കെ ഇട്ട് ശ്രമിക്കുവാൻ കൂടുതൽ ഒരു ശ്രമം നടത്തുന്നതോടുകൂടി അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാം ശുഭമായി തീരുന്നതാണ്. പ്രാർത്ഥനാ ഫലവും ജപശക്തിയും ജപിക്കുവാനുള്ള അല്ലെങ്കിൽ യോഗ ചെയ്യുവാനുള്ള അവസരം കണ്ടെത്തി യോഗയിലൂടെയും ജപത്തിലൂടെയും ആത്മധൈര്യം വർദ്ധിപ്പിക്കുവാനും എല്ലാവിധ ദൈവീകതയും അനുഭവിക്കുവാനും സാധിക്കും. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, വ്യാഴപ്രീതി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.